ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, ജൂൺ മാസം 4-ാം തീയതി വ്യാഴാഴ്ച തിരുസഭാ മാതാവ് വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ന് നാം പഠിക്കുന്നത് ഒരു ദിവ്യകാരുണ്യ പ്രാർത്ഥനയാണ്. സഭയുടെ ആരംഭകാലം മുതൽ വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയും വിശ്വാസവും ഉണ്ടായിരുന്നുവെങ്കിലും 1264 ഉറുബൻ 4-ാമൻ മാർപ്പാപ്പയാണ് വിശുദ്ധ കുർബാനയുടെ തിരുനാൾ കോർപ്പൂസ് ക്രിസ്റ്റി ഔദ്യോഗികമായി ആരംഭിച്ചത്. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകളും ഗീതങ്ങളും രചിച്ചത് സഭാപണ്ഡിതനായ വിശുദ്ധ തോമസ് അക്വിനാസ് ആയിരുന്നു. വിശുദ്ധ കുർബാനയുടെ തിരുനാളിന് പ്രത്യേകമായ ഒരു തീയതി ഇല്ല. അതിപ്രകാരമാണ് ക്രമീകരിക്കപ്പെടുന്നത്. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന 50-ാം ദിവസം പന്തക്കുസ്ത തിരുനാൾ, അതിനുശേഷം വരുന്ന ഞായറാഴ്ച പരിശുദ്ധ തൃത്വത്തിന്റെ തിരുനാൾ, അതിനുശേഷം വരുന്ന വ്യാഴാഴ്ചയാണ് ദിവ്യകാരുണ്യ തിരുനാൾ. അതായത് മെയ് മാസത്തിലോ അതുമല്ലെങ്കിൽ ജൂൺ മാസത്തിലോ ആയിരിക്കും വിശുദ്ധ കുർബാനയുടെ തിരുനാൾ. ഈ വർഷം ജൂൺ മാസം 4-ാം തീയതിയാണ് വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ഔദ്യോഗികമായി ആഘോഷിക്കുന്നത്. സ്നേഹമുള്ളവരെയും, വിശുദ്ധന്മാരുടെ ജീവിതത്തിലും മാർപ്പാപ്പമാരുടെ ജീവിതത്തിലും വിശുദ്ധ കുർബാനയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തിരുന്നു. വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പ അറിയപ്പെടുന്നത് തന്നെ പരിശുദ്ധ കുർബാനയുടെ മാർപ്പാപ്പ എന്നാണ്. വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ പഠിപ്പിച്ചത് വിശുദ്ധ കുർബാന ദിവ്യകാരുണ്യം തിരുസഭയുടെ ഹൃദയമാണ് എന്നാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങളും രോഗശാന്തികളും നടക്കുന്നത് ദിവ്യകാരുണ്യ സന്നിധിയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രാർത്ഥന, ദിവ്യകാരുണ്യത്തോടുള്ള ഈ പ്രാർത്ഥന പഠിക്കാം, മറ്റുള്ളവരെ പഠിപ്പിക്കാം, അവരുമായി പങ്കുവയ്ക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങ് ഞങ്ങളുടെ മധ്യേ ജീവനുള്ളവനായി സന്നിഹിതനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ തിരുശരീരത്തെയും തിരുരക്തത്തെയും ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ മുമ്പിൽ ഞങ്ങളുടെ ഹൃദയങ്ങളും ജീവിതങ്ങളും കുടുംബങ്ങളും സമർപ്പിക്കുന്നു. മിശിഹായുടെ ആത്മാവെ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. മിശിഹായുടെ ശരീരമേ, ഞങ്ങളെ രക്ഷിക്കണമേ. മിശിഹായുടെ തിരുരക്തമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം ജ്വലിപ്പിക്കണമേ. ഇന്ന് അങ്ങയുടെ സന്നിധി നിൽക്കുന്ന രോഗികളെയെല്ലാം ഓർക്കണമേ. ശരീരവേദന അനുഭവിക്കുന്നവർക്ക് സൗഖ്യം നൽകണമേ. മനസ്സിന്റെ മുറിവുള്ളവർക്ക് സമാധാനം നൽകണമേ. നിരാശരായവർക്ക് പ്രത്യാശ നൽകണമേ. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളെ സൗഖ്യമാക്കണമേ. അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ യുവജനങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. ഞങ്ങളുടെ സഭയെ ശക്തിപ്പെടുത്തണമേ. ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് സമാധാനം നൽകണമേ. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളിൽ വസിക്കണമേ. ഞങ്ങളിലൂടെ പ്രവർത്തിക്കണമേ. ഞങ്ങളെ അങ്ങയുടെ സാക്ഷികളാക്കി മാറ്റണമേ. അന്ത്യനാൾ വരെ അങ്ങയിൽ നിന്ന് ഞങ്ങൾ വേർപെടാതിരിക്കട്ടെ. സ്വർഗത്തിലെ വിശുദ്ധരോടൊപ്പം എന്നേക്കും അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. ഇനി ആവർത്തിച്ച് ചൊല്ലേണ്ട സുഹൃത്ത് ജപം: ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളെ സൗഖ്യമാക്കണമേ. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളിൽ വസിക്കണമേ. നമുക്ക് ഈ പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലി ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാം.
ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.